ഗൈസ് ബബുക്കുട്ടി അമ്മ കരഞ്ഞിക്കട്ടെ ആ വായിലിടല്ലേ ബേബി ഒക്കെ ഓക്കെ ഇനിയില്ലേ നമ്മൾ നടിപ്പൻ എത്ര ദിവസം ഉണ്ട് വൺ ഡേ വാവ് ബബുക്കുട്ടി ഇങ്ങനെ ഓരോ ദിവസം എണ്ണിക്കൊണ്ടിരിക്കണ്ട കുഞ്ഞുവാവേ പാലുച്ചിനെ കുഞ്ഞുവാണത് ബബു സൂപ്പർ എക്സൈറ്റഡ് ആണേ Not excited. എക്സൈറ്റഡ് No. എന്നാ താൻ പോവണ്ട താനോട് ഇരുന്നു ഹലോ ഗായ്സ് ഇതേ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഉണ്ടല്ലോ ഭയങ്കര സ്പെഷ്യലാണ്. നമ്മൾ നാട്ടിലേക്ക് പോവാം കേട്ടോ വീണ്ടും അടുത്തൊരു വെക്കേഷന് വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു വ്ളോഗ് നാട്ടിലുള്ള ആർക്കും കണ്ടുകഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല ഇതെന്താണ് ഈ കാണുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുള്ളൂ. പക്ഷേ ഒരു പ്രവാസിക്ക് മാത്രമേ ഇതിൻ്റെ ആ ഒരു ത്രില്ലും എക്സൈറ്റ്മെൻറ്റും ഒക്കെ മനസ്സിലാവുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടോ, ഇഷ്ടമാವೆങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നാളെ അല്ല ഫ്രൈഡേ നമ്മൾ നാട്ടിൽ പോകും. പിന്നെ നാളെ പോണോ? ഷോ ബബുട്ടിക്ക് ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചേ പിന്നില്ലേ നാട്ടിൽ പോണ വിചാരമാണ് അല്ലേ ബബു? എന്തിനാണ് നാട്ടിൽ പോയിട്ട്? അച്ഛമ്മ എടുത്തു പോവാനാ? അയ്യോടാ, എന്നാ ബബുക്കുട്ടി നാട്ടിൽ തന്നെ നിന്നോ? അമ്മ അച്ഛൻ വരണ വേണോ? ബബുവിന്റെ സ്കൂള് കൂട്ടിയൊക്കെണ്ട. അപ്പൊ നമ്മൾ അപ്പുറത്ത് പാക്കിങ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടക്ക് ഇന്നലെ പോയി അച്ചാച്ച കോഴീനെ ഓടിച്ചോണു ബബുവിന്. സൈലൻസർ കാറിന്റെ സൈലൻസർ ആട്ടെ കാണണം. ബാക്കിലത്തെ ബ്ലാക്ക് സാധനം. കൊച്ചിന്റെ നാട്ടിലെന്താ തിങ്ങ് ഈ വ്ളോഗിൽ ഫുൾ ഉണ്ടല്ലോ. ഞങ്ങളുടെ ഒരു 1.5-2 മുന്നേ മുതലുള്ള ഓരോ ദിവസങ്ങളിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ച് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. അവൾ നാട്ടിൽ പോണതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ്. വീട്, നമ്മുടെ നാട്ടിൽ വീട് എങ്ങനെയാണ്, അവിടുത്തെ എന്തൊക്കെയുണ്ട്, പിന്നെ അതുപോലെ എൻ്റെ അച്ഛമ്മ ഒരു കോഴീനെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് കൊച്ചിന്. അപ്പോൾ അതിന് പടം വരയ്ക്കുന്നത്. അങ്ങനെ കൊച്ചിൻ്റെ മനസ്സിൽ മൊത്തം നാട്ടിലെ വെക്കേഷനെ കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് കേട്ടോ. അതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ അവിടെ ഇവിടെയൊക്കെ ക്ലിപ്സ് ഷൂട്ട് ചെയ്ത് ഈ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് കയറ്റിയിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഷോപ്പിംഗ് ഐറ്റംസ് ആണ്. നാട്ടിലേക്ക് കൊണ്ടുപോകണ കുറച്ച് സാധനങ്ങൾ, പിന്നെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനുള്ള, റിലേറ്റീവ്സിന് കൊടുക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിലൊക്കെ കുറേ ഓർഡർ ചെയ്തു. പിന്നെ ഓരോ ദിവസം സമയം കിട്ടുന്ന പോലെയൊക്കെ അവിടെയൊക്കെ കടയിലൊക്കെ പോയി കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ പിന്നെ അച്ഛമ്മേനെ വിളിച്ചിട്ട് എല്ലാ ദിവസവും നാട്ടിൽ പോണ വിശേഷം പറയലാണ്. ഓരോ ദിവസം എണ്ണി ആണ്ട കാത്തു അങ്ങനെ വെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇന്ന് വ്യാഴാഴ്ച ലാസ്റ്റ് ഷോപ്പിങ്ങും കഴിഞ്ഞ് ഇവിടെ വീട്ടിലെത്തി. ഇത് നമ്മുടെ ചോക്ലേറ്റ് പാർട്ടീസാണ് കേട്ടോ. ഇപ്പോൾ കാണിച്ചു തരാം. ഹലോ ബബുക്കുട്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഞാൻ ഈ വ്ളോഗ് തുടങ്ങിയപ്പോൾ മുതൽ എക്സൈറ്റ്മെൻറ്റ് എന്നാൽ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് മാത്രമാണ് ഈ വീട്ടിൽ കാണുന്നുള്ളൂ. അതാണ്, വേറെ ഒന്നും പറയാനില്ല. പിന്നെന്താണ്, വീട്ടിൽ ഓരോരോ കാര്യങ്ങളിങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വന്ന പാടത്തിന് അവിടെ കയറി ഇരിപ്പാണ്. ഇത് മൊത്തം ചോക്ലേറ്റ്സാണ്. ചോക്ലേറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാക്കറ്റ് മൊത്തം ചോക്ലേറ്റ്സാണ്. അയ്യോ ഇത് ചോക്ലേറ്റ് അല്ല, ഇത് നമ്മുടെ തട്ടിക്കൂട്ട് ഭക്ഷണങ്ങളാണ്. ബബൂട്ടി നേരത്തെ എടുത്തിട്ടാ നമ്മൾ എടുത്തോളാം. ഇത് അതിന് പോണഴിച്ചത്. ഇത് ഇവിടുത്തെ സ്പെഷ്യലുണ്ട്, ഗൾഫുകാർ സ്ഥിരം സാധനമാണത്. കണ്ട, ഇത് എൻ്റെ മമ്മിക്ക് മേടിച്ചു. മമ്മിക്ക് വൈറ്റ് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടപ്പെടാനും മമ്മിക്ക് മേടിച്ചതാണിത്. ബാക്കിയെല്ലാം കഴിക്കുകയൊക്കെ ചെയ്യും. പിന്നെ കൂടുതൽ താല്പര്യം മമ്മിക്കില്ല. പിന്നെ ഇത് ബബു കുട്ടിക്കാൻ കേട്ടോ. ഇത് ബബു നാളെ കഴിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതൊക്കെ കൂടി ഒന്ന് പാക്ക് ചെയ്ത് വെക്കണം. ഇനി ഉണ്ടോ ചോക്ലേറ്റ്? ഇത് മൊത്തം ചോക്ലേറ്റ് ആണ് കേട്ടോ. അടുത്തത് ഇതേപോലെ എന്തിനാ ഇത്രയും ചോക്ലേറ്റ് ഒക്കെ മേടിക്കണേന്ന് അറിയാം. എന്തിനാ ബബു കുട്ടി മേടിക്കണേ? ആർക്ക് കൊടുക്കാനാ? അച്ഛമ്മയുടെ ഫ്രണ്ട്സിന് കൊടുക്കാനാണ്. ഫ്രണ്ട്സിന് മാത്രമല്ല, നമ്മുടെ നെയ്ബേഴ്സിന്. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും പിന്നെ സബിൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിലും നെയ്ബേഴ്സിനും റിലേറ്റീവ്സിനും അവരുടെ നെയ്ബേഴ്സിനൊക്കെ വരുമ്പോൾ
കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ സ്വീറ്റ്സൊക്കെ കൊടുക്കുക. ആണ് ഇത്രയും അടച്ച് പൂട്ടി സാധനങ്ങൾ ഓടിക്കുന്നത്. പിന്നെ ഇപ്പോൾ കുറേ ഗ്യാപ്പ് കൂടിയിട്ടല്ലേ നമ്മളിപ്പോൾ പോകണം. ഇപ്പോൾ 1 വർഷം കൂടിയിട്ടാണ് നമ്മളിപ്പോൾ നാട്ടിൽ പോകുന്നത്. 1 വർഷത്തിൽ കൂടുതലായി. കഴിഞ്ഞ മെയ്യിലാണ് ഞങ്ങൾ നാട്ടിൽ പോയത്, മാളുവിൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത്. അതിനുശേഷം പിന്നെ പോയിട്ടില്ല. സാധാരണ ഒരു 6-7 മാസത്തെ ഗ്യാപ്പിൽ നമ്മൾ നാട്ടിൽ പോകാറുണ്ട്. പക്ഷേ ഇത്തവണ ഉള്ള സ്കൂളിലൊക്കെ ആക്കിയത് കാരണം നമുക്കങ്ങനെ വിചാരിക്കുന്ന സമയത്തൊന്നും പോകാൻ പറ്റാറില്ല. സോ അവളുടെ സ്കൂൾ വെക്കേഷൻ നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തത്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നാളെ നമുക്ക് പോവാം. ബൈ. ഇപ്പം ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. എല്ലാം കൊണ്ടൊന്ന് മറ്റേ ട്രോളിന്നല്ല എന്താ പറയുക, സ്യൂട്ട് കേസിനുള്ളിൽ ഇങ്ങനെ അട്ടി വച്ചേക്കാണ്. ഇനി അതൊക്കെ ഒന്നേന്ന് മുതലിന്ന് ഒതുക്കണം. ഇന്ന് ഈ ഒരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ. നാളെ രാത്രിയാണ് ഫ്ലൈറ്റ്. സോ അത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് പാക്ക് ചെയ്ത് ഇറങ്ങണ വിശേഷം നമുക്കൊക്കെ ആയിരിക്കും കാണാനായിട്ടുണ്ടാവുക. ഓക്കെ. ഇതെന്താണെന്നറിയോ, കഴിഞ്ഞ ദിവസം നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ഇതൊക്കെ മേടിച്ചിട്ടാണ്. എന്നിട്ട് സബിന് വണ്ടിയിൽ തന്നെ വെച്ചേക്കായിരുന്നു. അപ്പോൾ പുറത്ത് ഭയങ്കര ചൂടായത് കാരണം ഇവിടെ ഭയങ്കര കഥ പറച്ചിലാണ് കേട്ടോ. അവിടെ പുറത്ത് 50-52 ഡിഗ്രിയൊക്കെ ഇപ്പോൾ ചൂട്. അപ്പോൾ ആ ചൂടൊക്കെ അത് മെൽറ്റായിപ്പോയി. അത് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. ഫ്രീസറിൽ കയറ്റി അത് കട്ടിയാക്കി എടുത്തതാണ്. പയ്യെ വെക്കണം കേട്ടോ, പൊട്ടിപ്പോയല്ലേ. എടുത്ത് വയ്ക്കും. ഓക്കെ, ഡൺ. ഓക്കെ, ഫൈനൽ പാക്കിംഗ് ആണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം അടുക്കി പെറുക്കി. യെസ്. ബാഗ് ഫൈനൽ പാക്കിംഗ് സബിൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ ഇവിടെ. ഞാൻ ഓർക്കുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ പെട്ടിയിലിട്ട് വെക്കുമെന്നല്ലാതെ ഒതുക്കി പാക്ക് ചെയ്യാറില്ല. അച്ഛനും മോളോട് ഇരുന്നിട്ടാണ് ഇത് ഇപ്പോൾ പാക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കണേ. എങ്ങനെയെങ്കിലും എയർപോർട്ട് എത്തിയാൽ മതി എന്നാണ് കേട്ടോ ബബുവിന്. ബബു ഭയങ്കര ത്രില്ലിലാണ്. ജൂണല്ല, ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണ് ബബുക്കുട്ടാ? അമ്മയുടെ ബർത്ത്ഡേ ആണോ? അമ്മേനെ വിഷ് ചെയ്താ? ജൂലൈ 5 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. എൻ്റെ ബബുക്കുട്ടി ഈ അമ്മക്ക് എഴുതി കൊണ്ടുവന്ന ലെറ്റർ ആണ് കേട്ടോ. അത് സർപ്രൈസ് ആയിട്ട് അമ്മക്ക് എഴുതി ഒരു ലെറ്റർ കൊണ്ടുവന്ന് തന്നാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയായി. എന്തായാലും ഈ ഒരു വ്ളോഗ് മെമ്മറി അല്ലേ, ഇത് കൂടെ ഇവിടെ ഇരുന്നോട്ടെ. അവൾക്കാണെങ്കിലും വലുതാവുമ്പോൾ കാണാമല്ലോ. നല്ല ക്യൂട്ടായില്ലേ? എന്താണ് കുട്ടിക്ക് എല്ലാ ദിവസവും വീഡിയോ എടുക്കണം. അമ്മയുടെ മോള് തന്നെ എല്ലാ തവണയും നമ്മൾ നാട്ടിൽ പോണേക്കാളും മുന്നേ ഉണ്ടല്ലോ നമ്മുടെ അലമാര ഫുൾ ക്ലീൻ ചെയ്യും കേട്ടോ. എന്നിട്ട് യൂസ്ഡ് ക്ലോത്ത്സ് ഒക്കെ കുഴപ്പമില്ലാത്ത നല്ല യൂസ്ഡ് ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കൊണ്ടുപോയി നമ്മളിവിടെ യൂസ്ഡ് ക്ലോത്ത്സ് ഒക്കെ എടുക്കാൻ വരുന്ന ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വീട് ഒന്ന് ഒതുക്കണം, എന്നിട്ട് നമുക്ക് നേരെ എയർപോർട്ടിൽ പോകണം. എന്നാ പോണേന്നാ? അപ്പൊ ഇന്ന് താൻ പോണില്ലേ? ഞങ്ങളൊക്കെ ഇന്ന് പോവേണ്. നമുക്കറിയില്ല എന്നാ പോണേന്ന്. യെസ്. എന്നാ ബബുക്കുട്ടിയുടെ ഇന്നോ പോവേണോ? ഏത് പാട്ടാ? ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ ഈ ഒരു പാട്ട്, കൺമണിയൻ ബോർഡ്. എന്നിട്ട് എന്നെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചിട്ട് അവൾ എന്നെ സ്റ്റെപ്പറിനാണ് ഈ കാണുന്നത്. ഇപ്പോൾ റീൽസിലും യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രമല്ലേ കാണാനുള്ളൂ. അപ്പോൾ അവൾ എന്നെ കണ്ട് പഠിച്ചതാണ് ഇത്. നിങ്ങളൊന്ന് എൻ്റെ പാട്ട് കേട്ടൊന്നും വിചാരിക്കരുത്, അവൾക്ക് വേണ്ടി മാത്രം പാടിയതാണ്. സമയം നോക്കിയിരിക്കലാണ് കേട്ടോ. 11:30 ടാക്സി ചെയ്യുന്ന സമയം നോക്കി പാവം റെഡിയായിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾ ഉറങ്ങാണ്ടില്ലേ ബബു? അപ്പോൾ എല്ലാം റെഡിയായി, ഞങ്ങൾ ഇറങ്ങിയാണ് കേട്ടോ. അല്ലേ ബബു? ബൈ. 11:45 അവറായി. ഇറങ്ങാം. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറിൽ കയറി ഉടനെ തന്നെ ബബുക്കുട്ടി ഇറങ്ങിയിട്ടാണ്. ഉച്ചക്ക് ഇന്ന് അവൾ ഉറങ്ങിയില്ല. നാട്ടിൽ പോണ വിചാരം കാരണം കൊച്ചിന് ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ ദുബായ് എയർപോർട്ടിലെത്തി. ഇപ്പോൾ കറങ്ങിയൊക്കെയാണ് കേട്ടോ പോണത്. നമ്മൾ സാധാരണ ഇറങ്ങാറുള്ള സ്ഥലത്തല്ല ഇന്ന് ഇറങ്ങിയത്. അപ്പോൾ എയർപോർട്ടിലെ കാഴ്ചകളാണ്. നമ്മൾ ഓൺ ടൈമാണ്, ഓൺ ടൈം എന്നല്ല, കുറച്ച് നേരത്തെ തന്നെ നമ്മൾ എത്തി. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയത് കാരണം എയർപോർട്ടിലൊക്കെ ഫുൾ തിരക്കായിരിക്കും. അപ്പോൾ അധികം നേരം ക്യൂ നിൽക്കേണ്ട വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുന്നേ തന്നെ എത്തി. അതെ, അച്ഛനും മോളും കൂടി അവിടെ തുള്ളിച്ചാടിയൊക്കെ പോകുന്നുണ്ട്. ബബുക്കുട്ടി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇരിപ്പായിട്ടോ.
പിന്നെ അതേ ഇവിടുത്തെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഗേറ്റിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇനി കുറച്ച് ചെറിയ ഷോപ്പിംഗ് കൂടി ഉണ്ട്. പ്രവാസികളുടെ സ്ഥിരം ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ നമ്മൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കണം, അതൊക്കെ മേടിക്കണം. അങ്ങനെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ നടക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഇവിടേക്ക് വന്ന വരെ ഫുൾ തിരക്കായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒന്ന് ഫ്രീ ആയത്. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഗേറ്റിലേക്ക് പോവുകയാണ്. ബൈ, നോക്കിടക്കേ. ലേഡീസ് സ്പെഷ്യലാണെന്നോ? കുപ്പിയാണെന്ന് കുഞ്ഞത് മമ്മിക്ക് ചോക്ലേറ്റ് നല്ലടി മിൽക്ക് ചോക്ലേറ്റ് ഐറിഷ് ജിന്നാണ് മമ്മി കൊടുക്കാം. മമ്മി ഇതേ മരുമോൻ എടുത്താണ് കേട്ടോ മമ്മിക്ക് വേണ്ടിയിട്ട്. പയ്യെ 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 വയ്ക്കോ അത്. വരൂ. വാ, കം കം കം. ഫ്ലൈറ്റ് എന്ത് ഫ്ലൈറ്റ് അടിച്ചു കൊടുക്ക്. അതേ കിടക്കും. അതിൻ്റെ കയറി കൊണ്ടുകൂടി ഫുൾ ബിസിയാണ് കേട്ടോ. എന്തിനാ അത് കൊടുക്കണേ? അങ്ങനെ ദേ നമ്മൾ കാത്തിരുന്ന നിമിഷമാണിത്. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല, നമ്മൾ ഈ വ്ളോഗിൽ അല്ലെങ്കിൽ വീഡിയോസിൽ നമ്മുടെ ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് എത്രത്തോളം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഇറ്റ്സ് അമേസിങ്, എനിക്കത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ രാത്രി ഈ ഒരു ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഫ്ലൈറ്റ് നൈറ്റ് ഫ്ലൈറ്റ് അല്ലേ, അപ്പോൾ നമുക്ക് രാത്രിയിലത്തെ കാഴ്ച കാണാൻ പറ്റും. അതേപോലെ രാവിലെ സൂര്യൻ ഉദിക്കണ ആ കാഴ്ചകളൊക്കെ നമുക്ക് ആകാശത്തിരുന്ന് കാണാൻ പറ്റും കേട്ടോ. ഞാൻ എപ്പോഴും ഏറ്റവും പ്രിഫർ ചെയ്യണത് ഈ ഒരു സമയത്തെ ട്രാവലിംഗ് ആണ്. ഇതൊക്കെ സൺറൈസൊക്കെ നോക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നു അറിയോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഭയങ്കര കൊച്ചിൻ്റെ അച്ഛനൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. ഞാൻ ഇതിന് വേണ്ടി മാത്രം ഇങ്ങനെ കണ്ണ് തുറന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് കാരണം എനിക്ക് ഷൂട്ട് ചെയ്ത് നിങ്ങളെയൊക്കെ കാണിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ ദേ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട്. ബബുകുട്ടി നല്ല ഉറക്കത്തിലാണ്. പിന്നെ ദേ കുട്ടി എണീപ്പിച്ച് അവൾക്ക് സോസേജ് ഇഷ്ടമാണ്. അപ്പോൾ സോസേജ് മാത്രമാണ് അവൾ കഴിച്ചുള്ളൂ കേട്ടോ, വേറൊരു സാധനം അവൾ കഴിച്ചില്ല. പിന്നെ എമിറേറ്റ്സിലെ ഫുഡ് എപ്പോഴും അടിപൊളിയായിരിക്കും. പിന്നെ പക്ഷേ എനിക്ക് ഈ തവണ ഡെസേർട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, എനിക്കിഷ്ടമായില്ല. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ദേ നല്ല ചൂട് ചായയൊക്കെ ആകാശത്തിരുന്ന് കുടിച്ച് ആ യാത്രയും ആ ഒരു എന്താ പറയുക ആകാശത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോവുകയാണ്. ബബുകുട്ടി ആ സോസേജ് കഴിച്ച് അപ്പം തന്നെ കിടന്ന് ഉറങ്ങി കേട്ടോ. അങ്ങനെ ദേ നമ്മൾ നാട്ടിൽ ലാൻഡ് ചെയ്തു കേട്ടോ. ഭയങ്കര ത്രിൽഡാണ്. ബബുക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എണീറ്റിട്ട്. പക്ഷേ ഇറങ്ങുന്ന തിരക്കിൽ എനിക്ക് എൻ്റെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നേരെ നമ്മൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്ക് എത്തി. സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെത്തി. ബബുക്കുട്ടി നേരെ കിറ്റ്കാറ്റിൻ്റെ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടാ. കൊച്ചിന് ഇനി എങ്ങനെയെങ്കിലും അച്ഛമ്മയുടെ വീട്ടിലെത്തിയാൽ മതി എന്നാണ്. അതേ ഇനിയിപ്പോൾ നമ്മൾ ലഗേജിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കുറച്ച് സമയം എടുത്തു കേട്ടോ ലഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഏറ്റവും ലാസ്റ്റാണ് വന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ടെൻഷനിലായിപ്പോയി. നമ്മുടെ ലഗേജ് കാണാതെ കുറച്ച് ടെൻഷനായിപ്പോയി. എന്നാലും കുഴപ്പമില്ലായിരുന്നില്ല, കിട്ടി. അങ്ങനെ ദേ നമ്മൾ ബാഗേജൊക്കെ എടുത്തു. പുറത്ത് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാൻ കേട്ടോ. ബബുക്കുട്ടി ബേബിക്ക് ബബുക്കുട്ടി നല്ല മൂടായോടെ ഗുഡ് മൂഡാണോ? ഓക്കെ, അപ്പോൾ ഇത് നമുക്കിനി നേരെ വീട്ടിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ ദേ വണ്ടിയായിട്ട് ചേട്ടായി വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞങ്ങളുടെ കാറായിട്ട് വെയിറ്റ് ചേട്ടായി അങ്ങനെ എത്തിപ്പോയി. മാമനെ കണ്ട സന്തോഷത്തിലാണ് പോയി. ഓ കണ്ട്
അങ്ങനെ ദേ നമ്മൾ എൻ്റെ മമ്മി ഡാഡിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവർ എയർപോർട്ടിന് പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ നേരെ അവരുടെ അടുത്തേക്ക് പോണേ. ചേട്ടായി ഇനി അവരെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോവും. ഞങ്ങൾ 3 പേരും പറൂർക്ക് പോകും. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അതേ മമ്മീനെ കണ്ട് ഡാഡീനെ കണ്ട് പിള്ളേരെ കണ്ട് ഭയങ്കര ഹാപ്പിയായി. മമ്മി കൊച്ചിനെ പുന്നാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൾ കുറേ നാൾ കൂടി കണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അടുക്കണ്ടായിരുന്നില്ല. പിന്നെ നല്ല ഉറക്കത്തിലായിരുന്നു സത്യം. അപ്പോൾ ആ ഉറക്കത്തിൻ്റെ ആ ഒരു മുഷിച്ചിലുണ്ട് അവൾക്ക്. പിന്നെന്താണ്, ഇതൊക്കെ തന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതൊക്കെ തന്നെയാണ് നമ്മുടെ സന്തോഷം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹാപ്പി മൊമെന്റ്സ്. അങ്ങനെ അച്ചാച്ചിയും മാമനും പിന്നെ പൊന്നു ചേച്ചിയും പാറ്റയും കൂടി നമ്മൾ കാർ എന്നിട്ട് എന്ത് ചെയ്ത് നമ്മുടെ വീട്ടിൽ പോയി. അമ്മാമ്മ ഇല്ലേ? ഒരമ്മാമ്മ. എന്റെ താനെന്താണോ അമ്മാമ്മ വിളിച്ചു കഴിഞ്ഞാൽ വർത്താനം പറയാതിരുന്നേ? അമ്മ കുറെ ഉമ്മ വന്നല്ലേ എനിക്ക്. അങ്ങനെ നമ്മൾ നേരെ പറൂർക്ക് പോവുകയാണ്. സവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. സവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ബബ്ബുക്കുട്ടി എൻ്റെ വഴിയൊക്കെ പറഞ്ഞു. ബബ്ബുന് കറക്റ്റായിട്ട് വഴി അറിയാം അമ്മമ്മ അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോകണം. പുഴ നോക്കിയോ ബബ്ബു? ഇനി ബബ്ബു വഴി പറഞ്ഞു തരൂട്ടച്ചേ. ബബ്ബുക്കുട്ടി വഴി പറഞ്ഞു കൊടുക്ക്. ഇത് വേയ് മേടിക്കാൻ. ഇത് വേയ്. എന്നിട്ട് അമ്മ പുറത്ത് നോക്കി നാണായിട്ടുള്ള ബബ്ബുന്. എന്താ ഓടിയാണ്. അമ്മമ്മയുടെ അച്ഛമ്മയുടെ അച്ഛമ്മയോട് പോയി. ഇറങ്ങ അയ്യോ എന്റെ കാലി. അങ്ങനെ നമ്മൾ വീടെത്തി. അച്ഛമ്മയും മോളും ഭയങ്കര ഹാപ്പിയാണ്. ഇനി അവരുടെ ലോകത്തായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മുടെ ഇൻറ്റീരിയറൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടു വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷമുണ്ട്. എല്ലാം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം സന്തോഷം എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ അടുത്ത കുട്ടി കുട്ടി വ്ളോഗ്സും വീഡിയോസും ഷോർട്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബബ്ബുക്കുട്ടി ഇവിടെ കയറി ഇറക്കമുണ്ടാവും. അച്ചാച്ചയും അമ്മാമ്മയൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിലേക്കും ബൈ.